എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 13 വരാഹ അവതാര ആവിർഭാവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രഹ്മദേവൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൈത്രേയ മഹർഷി വിതുരരോട്. അപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുന്നു. സനകാദി മഹർഷിമാർ, രുദ്രദേവൻ, അതിനുശേഷം 10 മഹർഷിമാർ, അതിനുശേഷം സ്വയംഭൂവമനുവും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയും ഉണ്ടാകുന്നു. അവരിലൂടെ ഒരു തലമുറ, അവരുടെ വംശപരമ്പരയായിട്ടൊരു തലമുറ അങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വയംഭൂവമനു ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, എനിക്കും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന ഞങ്ങളുടെ പ്രജകൾക്കും ഞങ്ങളുടെയൊക്കെ അധിവാസ കേന്ദ്രമായിട്ടുള്ള ഭൂമി എവിടെയാണ്? ഭൂമിയെ കാണാനില്ലല്ലോ. അങ്ങ് മഹാജലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കണമെന്ന്. അപ്പോഴാണ് ബ്രഹ്മദേവൻ നോക്കുന്നത്, ഭൂമിയെ ജലത്തിൽ മുങ്ങിപ്പോയതായി കാണുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ ബ്രഹ്മദേവൻ്റെ നാസാദ്വാരങ്ങളിൽ നിന്നും വരാഹമൂർത്തി വെളിയിലേക്ക് വന്നു. വരാഹമൂർത്തിയെ കണ്ട മാത്രയിൽ അവിടെ നിന്ന് മറ്റ് മഹർഷിമാർ, സ്വയംഭുവ മനു, സനകാദി മഹർഷിമാർ, അതുപോലെ നാരദാദി മഹർഷിമാർ, ഇവരെല്ലാവരും ചിന്തിക്കുകയാണ് ഇതാരാണ് എന്താണെന്ന് മനസ്സിലാവാതെ അവരിങ്ങനെ. എന്നാൽ ഇത്രയും വലിയ ഈ ഒരു രൂപം, ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ വലുപ്പത്തിൽ, ഒരു വിരലിനോളം വലുപ്പത്തിൽ വന്നത്, പിന്നെ ഇവർ നോക്കി നിൽക്കിയ വലിയൊരു മഹാപർവ്വതം പോലെ അത്രയും വലിയ വലുപ്പത്തിലേക്ക് ആവുകയാണ് ചെയ്തത്. അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതാരാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിനുള്ളിൽ എന്തോ ഒരു ദിവ്യത്വം ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു ഈശ്വരാംശം അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ സാക്ഷാൽ ശ്രീഹരി തന്നെ ആയിരിക്കുമോ ഇത് എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കേ അവരുടെ സംശയം ശരിയാണ് എന്ന് അവർക്ക് ഉറപ്പിക്കാൻ കഴിയും മാത്രയിൽ ഭഗവാൻ ത്രിലോകങ്ങളെയും വിറപ്പിക്കുന്ന രീതിയിൽ, മാറ്റുലി കൊള്ളുന്ന രീതിയിൽ ഉറക്കെ ഗർജിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന മഹർഷിമാരെ എല്ലാം ഒന്ന് നോക്കി, കരുണാകടാക്ഷത്താൽ ഒന്ന് നോക്കി അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ശരീരമാകെ ആ വരാഹമൂർത്തി ശരീരമാകെ വിറപ്പിച്ചുകൊണ്ട് ആകാശത്ത് നിന്നും ആ പ്രളയജലത്തിലേക്ക്, മഹാജലത്തിലേക്ക് ചാടി. ഭഗവാൻ വന്ന് വീണതോടുകൂടി ആ സമുദ്രം തന്നെ രണ്ടായി പിളർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയി രസാതലത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് വരാഹമൂർത്തി ഭൂമിയെ കാണുകയാണ്. താൻ തന്നെ അനന്തശയനത്തിൽ ആ ആദിനാരായണ മൂർത്തിയായി കിടന്ന് തൻ്റെ ഉദരത്തിൽ സംരക്ഷിച്ച അതേ ഭൂമിയാണ് ഇപ്പോൾ രസാതലത്തിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് വരാഹമൂർത്തി കാണുന്നത്. അങ്ങനെ ആ ഭൂമിയെ ആ രസാതലത്തിൽ നിന്നും ഉയർത്തി പ്രളയജലത്തിൻ്റെ മുകളിലേക്ക് ഭഗവാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഗദയുമേന്തി മഹാപരാക്രമശാലിയായ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. വളരെ നിഷ്പ്രയാസം ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് നിൽക്കുന്ന ഭഗവാനെ നോക്കി എല്ലാ സത്യതപ ജനലോകങ്ങളിലുള്ള മഹർഷിവര്യന്മാരും മുനിമാരും, അതുപോലെ നാരദാദി മഹർഷിമാരും സനകാദി മഹർഷിമാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി ഈ മഹർഷിമാരുടെ സ്തുതിയുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്ലോകം 36. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതായത് മഹർഷിമാർ പറയാണ്, ഭഗവാനെ
അങ്ങയുടെ ശരീരം എന്ന് പറയുന്നത് 3 വേദങ്ങളാണ്. ആ വേദമാണ്, ആ ജ്ഞാനമാണ്. വേദത്തിൽ എന്താണോ പറയുന്നത്, വേദമാണ് അങ്ങയുടെ ശരീരം. അപ്പോൾ ആ ശരീരത്തിലെ രോമങ്ങളുടെ സുഷിരം എന്ന് പറയുന്നത് അവിടെ മറഞ്ഞിരിക്കുന്നത് യാഗയജ്ഞാദി കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ശരീരം, ആ വേദമാകുന്ന അവിടുത്തെ ശരീരം പാപം ചെയ്യുന്ന ആത്മാക്കളായിട്ടുള്ള ജീവസത്തകൾക്ക് ഒരിക്കലും അത് കാണാൻ സാധിക്കുകയില്ല എന്നുകൂടി പറയുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. ഇനി യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ അങ്ങയുടെ വേദം തന്നെ ശരീരമാണ്. അപ്പോൾ വേദത്തിൽ പറയുന്നത് എന്താ? വേദമന്ത്രങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ എങ്ങനെയെന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അപ്പം അതൊക്കെ ഓരോന്നോരോന്നായ അങ്ങയുടെ ശരീരാവയവങ്ങളായിട്ട് വർണ്ണിച്ച് സ്തുതിക്കുകയാണ് ഈ മഹർഷിമാർ ചെയ്യുന്നത്. അപ്പോൾ വേദമന്ത്രങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി, അങ്ങയുടെ ശരീരത്തിലെ പുറം തൊലി എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ, ഗായത്രി മന്ത്രം പോലെയുള്ള മന്ത്രങ്ങളാണ്. പിന്നെ അങ്ങയുടെ രോമം എന്ന് പറയുന്നത് ദർഭപ്പുല്ലാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. കണ്ണുകളാണ് നെയ്യായിരിക്കുന്നത്. അങ്ങയുടെ 4 പാദങ്ങളാണ് ചതുർഹോത്രമായിരിക്കുന്നത്. അവിടെയാണ് നിർത്തിയത്, ആ യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി 36ാമത്തെ ശ്ലോകത്തിൽ യാഗം നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ പാത്രങ്ങളുണ്ടല്ലോ, ഒരു യാഗം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഉപകരണങ്ങൾ, അതൊക്കെ അങ്ങയുടെ ഏതൊക്കെ ശരീരാവയവങ്ങളാണ് എന്ന് പറയുന്നതാണ്. ശ്രുത് തുണ്ട ആസീത് ശ്രുവ ഈശനാസയോ ഇട ഉദരേ ചമസഹ കർണരന്ധ്രേ പ്രാശിത്രം അസ്യേ ഗ്രസേന ഗ്രഹാഹ തു ഗ്രഹാസ്തു തേ യത് ശർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ശ്രുത് തുണ്ട ആസീത് ശ്രുവ ഈശനാസയോഃ ഇട ഉദരേ ചമസാ കർണരന്ധ്രേ പ്രാശിത്രം അസ്യേ ഗ്രസനേ ഗ്രഹാസ്തു തേ യത് ശർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. അതായത് ശ്രുക് എന്ന് പറയുന്നത് യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം. അത് തുണ്ടഹ, അങ്ങയുടെ നാവ്, ആസീത് ആകുന്നു എന്നാണ്. അങ്ങയുടെ നാവ് എന്ന് പറയുന്നത് യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. ഇനി ശ്രുവ എന്ന് പറയുന്നതും യാഗത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പാത്രം. ഈശ, അല്ലയോ ഭഗവാനെ, നാസയോഹോ, അങ്ങയുടെ മൂക്ക്, നാസാദ്വാരങ്ങൾ എന്ന് പറയുന്നതും യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. ഇനി ഇട ഉദരേ എന്ന് പറയുന്നു. അതായത് യാഗം നടത്തുമ്പോൾ ഇട ഉദരേ എന്ന് വെച്ചാൽ അങ്ങയുടെ ഉദരം എന്ന് പറയുന്നത് ഇട എന്ന് പറഞ്ഞാൽ യാഗം കഴിഞ്ഞ് കിട്ടുന്ന പ്രസാദം, ആ പ്രസാദം വിളമ്പുന്ന പാത്രം, അതാണ് ഇട എന്ന് പറയുന്നത്. ആ പ്രസാദം ലഭിക്കുന്നത് ഏത് പാത്രത്തിലാണ്? അതിനായിട്ട് എടുക്കുന്ന പാത്രം, അതാണ് ഇട. അത് അങ്ങയുടെ ഉദരമാകുന്നു. ഇനി അടുത്തത് ചമസ എന്ന് പറഞ്ഞാൽ യാഗത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പാത്രം. അത് കർണരന്ധ്രേ, അങ്ങയുടെ ചെവി, കർണദ്വാരങ്ങളാകുന്നു യാഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. അപ്പോൾ ഭഗവാനെ ഈശ, അവിടുത്തെ നാവ് യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അവിടുത്തെ നാസാദ്വാരങ്ങളും യാഗത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പാത്രമാണ്. ഇനി അങ്ങയുടെ ഉദരം എന്ന് പറയുന്നത് യാഗത്തിന് ശേഷം ഭക്ഷണം, ആ പ്രസാദം വെക്കുന്ന പാത്രമാണ്. ഇനി ചമസ എന്ന് പറയുന്ന യാഗത്തിന് ഉപയോഗിക്കുന്ന വേറൊരു പാത്രം, അത് അങ്ങയുടെ കർണരന്ധ്രങ്ങളാണ്. ഇനി പ്രാശിത്രം അസ്യേ എന്ന് വെച്ചാൽ അങ്ങയുടെ മുഖം. പ്രാശിത്രം എന്ന് വെച്ചാൽ ബ്രഹ്മദേവനായിട്ട് മാറ്റിവെക്കുന്ന പാത്രം. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഈ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറയണത്. കാരണം യാഗയജ്ഞാദി കർമ്മം ചെയ്യുന്ന വേദം പഠിച്ചവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഈ പാത്രങ്ങൾ. ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇതിലെ ഓരോ പാത്രങ്ങളുടെ പേരുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ഇന്നത് ഓരോ പാത്രങ്ങളാണ് എന്നാണ് ഇതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഞാൻ പറയുന്നു കേട്ടോ. അത് യാഗവും യജ്ഞവും ചെയ്യുന്ന വേദം പഠിച്ചിട്ടുള്ള അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ പ്രാശിത്രം എന്ന് വെച്ചാൽ ബ്രഹ്മാവിനായി മാറ്റിവെക്കുന്ന ഒരു പാത്രം. പൂജാവേളയിൽ യാഗസമയത്ത് ബ്രഹ്മദേവനൻ്റെതായിട്ട് മാറ്റിവെക്കുന്ന ഒരു പാത്രമാണ് പ്രാശിത്രം. അത് അസ്യേ, ഭഗവാന്റെ മുഖമാണെന്ന്. ഇനി ഗ്രസനെ എന്ന് വെച്ചാൽ ഭഗവാന്റെ കഴുത്ത്, കണ്ടം. ഗ്രഹാസ്തു തേ, ഗ്രഹ എന്ന് വെച്ചാൽ സോമരസം പകർത്തി വെക്കുന്ന പാത്രം, അതാണ് ഗ്രഹ എന്ന് പറയുന്നത്. അത് തേ എന്ന് വെച്ചാൽ അങ്ങയുടെ കണ്ടം എന്ന് പറയുന്നത്
എന്ന് പറഞ്ഞാൽ സോമരസം ഒഴിച്ചു വെക്കുന്ന പാത്രം. ഇനി യത് ചർവണം. യത് ചർവണം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്താണോ അങ്ങ് ചർവണം എന്ന് വെച്ചാൽ ചവയ്ക്ക, വായയിലിട്ട് ചവയ്ക്കുന്നത്. ഭഗവാനെ അങ്ങ് വായിൽ ചവയ്ക്കുന്നത് എന്താണോ അത് അഗ്നിഹോത്രം. അതാണ് അഗ്നിഹോത്രം എന്ന കർമ്മം. അപ്പോൾ യാഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അങ്ങ് വായിൽ ചവയ്ക്കുന്നത് എന്താണോ അങ്ങയുടെ ആ ചവച്ചിറക്കുന്നതാണ് അഗ്നിഹോത്രം എന്ന കർമ്മം. അതുപോലെ അങ്ങയുടെ നാവ് യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം, അങ്ങയുടെ നാസാദ്വാരങ്ങൾ യാഗത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പാത്രം, അങ്ങയുടെ കർണദ്വാരങ്ങൾ യാഗത്തിന് ഉപയോഗിക്കുന്ന ചമസ എന്ന പേരുള്ള മറ്റൊരു പാത്രം, അങ്ങയുടെ ഉദരം യാഗത്തിന് ശേഷം പ്രസാദം പകർത്തി വെക്കുന്ന പാത്രം, അതുപോലെ അങ്ങയുടെ മുഖം ബ്രഹ്മദേവനായി മാറ്റിവെക്കുന്ന പാത്രം, അങ്ങയുടെ കഴുത്ത് എന്ന് പറയുന്നത് സോമരസം പകർത്തി വെക്കുന്ന പാത്രം. ഇനി അങ്ങ് ചവയ്ക്കുന്നത് എന്ന് പറയുന്നത് അതാണ് അഗ്നിഹോത്രം എന്ന കർമ്മം. അപ്പൊ ഭഗവാന്റെ ശരീരാവയവങ്ങൾ യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോ പാത്രങ്ങളായി ഓരോ ഉപകരണങ്ങളായിട്ട് ഇവിടെ വർണ്ണിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ് മഹർഷിമാർ. ശ്ലോകം 37. ദീക്ഷ അനുജന്മ ഉപസാദ ശിരഹധരം ത്വം പ്രായണീയ ഉദയനീയ ദംഷ്ട്രഃ ജിഹ്വ പ്രവർഗ്യഃ തവ ശീർഷകം ക്രതോ സഭ്യ അവസത്യം ചിദയഃ അസവഃ ഹി തേ. ദീക്ഷ അനുജന്മ ഉപസാദ ശിരോധരം എന്ന് വെച്ചാൽ ശിരഹധരം ത്വം പ്രായണീയ ഉദയനീയ ദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യഃ തവ ശീർഷകം ക്രതോഃ സഭ്യ അവസത്യം ചിദയഃ അസവഃ ഹി തേ. അതായത് ദീക്ഷ അനുജന്മ, ഭഗവാന്റെ അങ്ങയുടെ തുടർന്നുള്ള ഓരോ ജന്മങ്ങൾ അവതാരങ്ങൾ, അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം സ്വീകരിക്കുന്നതാണ് ദീക്ഷ. ആ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരു പറഞ്ഞു തരുന്ന ഒരു ജീവിത രീതിയുണ്ട്, പിന്നെ നമ്മൾ അതാണ് നയിക്കുന്നത്, അതാണ് ആ വഴിയെ ഫോളോ ചെയ്തു പോവുക. അതാണ് നമ്മൾ ദീക്ഷയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാരംഭ കർമ്മമാണ് ദീക്ഷ സ്വീകരിക്കൽ. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗുരു എന്താണോ പറഞ്ഞു തരുന്നത് ആ വഴിയിലുള്ള ജീവിത രീതിയാണ് പിന്നെ അനുഷ്ഠിക്കുന്നത്. അതാണ് ദീക്ഷ. അതിൻ്റെ ആ ജീവിത രീതി സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ ആദ്യം ചെയ്യുന്ന കർമ്മം അതാണ് ദീക്ഷ. അതാണ് അനുജന്മഹ. ഭഗവാന്റെ വരാൻ പോകുന്ന എല്ലാ ജന്മങ്ങളും അവതാരങ്ങളും ഒരു ദീക്ഷയാണെന്ന്. എന്ന് വെച്ചാൽ ഒരു ഭഗവാൻ എടുക്കുന്ന ഓരോ അവതാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയെ മനുഷ്യന് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ആ ജന്മങ്ങളെയൊക്കെ അവതാരങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന ഒരു ജീവിത രീതിയെ നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ. കൃഷ്ണനായും രാമനായും ഒക്കെ ജനിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്, ഒരു ദീക്ഷ പോലെയാണ് അത്. ആ ദീക്ഷ, ആ അവതാരത്തെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർ ആ വഴി അതുപോലെയാണ് പിന്നെ ജീവിക്കുക. അതിനെ ആ തത്വത്തെ ഫോളോ ചെയ്തിട്ടാണ് പിന്നെ ജീവിക്കുക. അപ്പൊ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഓരോ ദീക്ഷയാണ്. അതാണ് ആ പ്രാരംഭ കർമ്മം എന്ന് പറയുന്നത്. ആ ദീക്ഷ പോലെ ഭഗവാന്റെ അവതാരത്തിൽ ഒരു ജീവിത രീതി നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് അതിനെ ദീക്ഷ എന്ന് പറയുന്നത്. ആ ദീക്ഷ ആരാണോ സ്വീകരിക്കുന്നത് അവൻ അതേ തത്വത്തെ ഫോളോ ചെയ്ത് അതുപോലെ ജീവിക്കുന്നു. അപ്പോൾ ഭഗവാൻ ദീക്ഷ അനുജന്മ, ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളും ദീക്ഷയാണ്. ഇനി ഉപസാദ ശിരഹധരം. ഉപസാദ എന്ന് വെച്ചാൽ 3 വിധത്തിലുള്ള ആഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. അതായത് മനുഷ്യന് 3 വിധത്തിലുള്ള ആഗ്രഹങ്ങൾ, അതായത് കർമ്മത്തിനോട് ഒരു ഇച്ഛ, ആഗ്രഹം, ഒരു അറ്റാച്ച്മെന്റ്, ബന്ധങ്ങളോട് ഒരു ആഗ്രഹവും അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പിന്നെ ചിലവർക്ക് ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ 3 വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ്. അതിനെയാണ് ഉപസാദ എന്ന് പറയുന്നത്. അത് ശിരഹധരം, ഭഗവാന്റെ കഴുത്താണെന്ന് മനസ്സിലായ. അപ്പോൾ ദീക്ഷ എന്ന് പറയുന്നത് ഭഗവാന്റെ വരാൻ പോകുന്ന ജന്മങ്ങൾ, ഭഗവാനെ അങ്ങയുടെ ഓരോ അവതാരങ്ങളും ഓരോ ദീക്ഷകളാണ്. അങ്ങയുടെ കഴുത്ത് എന്ന് പറയുന്നത് ഓരോരോ ആഗ്രഹങ്ങളാണ്. ഇനി ത്വം, ഭഗവാനെ അങ്ങ് പ്രായണീയ ഉദയനീയ ദംഷ്ട്ര, അങ്ങയുടെ ദംഷ്ട്ര എന്ന് പറയുന്നത് പ്രായണീയ എന്ന് വെച്ചാൽ പ്രാരംഭത്തിൽ ചെയ്യുന്ന യാഗത്തിൻ്റെ മുൻപ് പ്രാരംഭമായി ചെയ്യുന്ന കർമ്മത്തെ പ്രായണീയ. ഉദയനീയ എന്ന് പറഞ്ഞാൽ ഒരു യാഗത്തിൻ്റെ അവസാനത്തിൽ ചെയ്യുന്ന കർമ്മത്തെ ഉദയനീയ. അതാണ് അതിൻ്റെ അർത്ഥം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം പ്രായണീയ ഉദയനീയ എന്ന് പറഞ്ഞാൽ
ഒരു യാഗം ആരംഭിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മം പ്രായണീയവും അവസാനിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മം ഉദയനീയവും. ഇത് രണ്ടും ഭഗവാന്റെ ദംഷ്ട്രകളാണ്. ഇനി ജിഹ്വ, ഭഗവാന്റെ നാവ് എന്ന് പറയുന്നത് പ്രവർഗ്യ എന്ന് പറഞ്ഞാൽ പ്രാരംഭകർമ്മം. ഒരു യാഗം തുടങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യുന്ന മുന്നൊരുക്കങ്ങൾ, പ്രാരംഭകർമ്മം, അതാണ് ജിഹ്വ. അത് അങ്ങയുടെ നാവാകുന്നു. തവ, ഭഗവാനെ അങ്ങയുടെ ശീർഷകം എന്ന് വെച്ചാൽ ശിരസ് എന്ന് പറയുന്നത് കൃതോഹോ എന്ന് പറഞ്ഞാൽ കൃതം, യജ്ഞസ്വരൂപനായ ഭഗവാനെ അങ്ങയുടെ ശീർഷകം ശിരസ് എന്ന് പറയുന്നത് സഭ്യ അവസത്യം. സഭ്യ അവസത്യം എന്ന് വെച്ചാൽ, സഭ്യ എന്ന് പറഞ്ഞാൽ യാഗം തുടങ്ങുന്നതിന് മുൻപുള്ള യാഗം തുടങ്ങുന്നതിന് മുൻപുള്ള അഗ്നി, അതായത് അഗ്നി ഉണ്ടാക്കുക, യാഗശാലയിലേക്ക് വേണ്ട അഗ്നിയെ ഉണ്ടാക്കുന്ന കർമ്മം, അതാണ് സഭ്യ. ഇനി അവസത്യം എന്ന് പറഞ്ഞാൽ യാഗാഗ്നി, ആ ഹോമകുണ്ടത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നി, അതാണ് അവസത്യം. അവസത്യം എന്ന് പറഞ്ഞാൽ ഹോമാഗ്നി. ഇനി സഭ്യ എന്ന് പറഞ്ഞാൽ യാഗം തുടങ്ങുന്നതിന് മുൻപ് അതിലേക്കായിട്ട് ഉണ്ടാക്കുന്ന അഗ്നി, അതാണ് സഭ്യ. അപ്പൊ യാഗത്തിന് മുൻപുള്ള അഗ്നിയും യാഗാഗ്നിയും, അതാണ് സഭ്യ അവസത്യം എന്ന് പറയുന്നത്. ഇത് രണ്ടും അങ്ങയുടെ ശിരസാകുന്നു. ഇനി ചിതയഹ അസവഹ ഹീതേ, തേ എന്ന് വെച്ചാൽ ഭഗവാനെ അസവഹ, അങ്ങയുടെ പ്രാണശ്വാസം, ആ വായുവാണ് ചിതയഹ. ഒരു യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടി, ഇവയുടെയൊക്കെ ഒരു കൂട്ടം, അത് അങ്ങയുടെ പ്രാണവായുവാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ വരാൻ പോകുന്ന, അങ്ങെടുക്കാൻ പോകുന്ന ജന്മങ്ങൾ ഓരോ ദീക്ഷകളാണ്. അങ്ങയുടെ കഴുത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 3 വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ്. അതുപോലെ അങ്ങയുടെ 2 ദംഷ്ട്രകൾ എന്ന് പറയുന്നത് യാഗത്തിന് മുൻപ് ചെയ്യുന്ന കർമ്മവും അവസാനത്തിൽ ചെയ്യുന്ന കർമ്മവുമാണ്. ഇനി അങ്ങയുടെ നാവ് എന്ന് പറയുന്നത് യാഗത്തിന് മുന്നൊരുക്കമായി ചെയ്യുന്ന കർമ്മങ്ങൾ. ഇനി അങ്ങയുടെ ശിരസ് എന്ന് പറയുന്നത് 2ആണ്. അതായത് ഒന്ന് അഗ്നി, യാഗത്തിന് മുൻപായി അതിനുവേണ്ടി ഉണ്ടാക്കുന്ന അഗ്നി, പിന്നെ ഹോമകുണ്ടത്തിലെ അഗ്നി, അതാണ് സഭ്യയും അവസത്യവും. ഇത് രണ്ടും അങ്ങയുടെ ശിരസാകുന്നു. ഇവയെല്ലാം കൂടി ഒരു യാഗത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതാണ് അങ്ങയുടെ പ്രാണവായു, ശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ പുകഴ്ത്തുന്നത്. ഇനി ശ്ലോകം 38. സോമഃ തൂരേദ സവനാനി അവസ്ഥിതി സംസ്ഥാവിഭേദ തവ ദേവദാതവഃ സത്രാണി സർവാണി ശരീരസന്ധിഃ ത്വം സർവയജ്ഞകൃതു ഇഷ്ടിബന്ധനഃ. അതായത് സോമഃ, സോമരസം, ഭക്തു, ഭഗവാനെ അങ്ങയുടെ രേതസ്സാണ്. ഭഗവാനെ അങ്ങയുടെ രേതസ്, ശുക്ലം എന്ന് പറയുന്നത് ആ സോമരസമാണ്. ഇനി സവനാനി അവസ്ഥിതി, സവനാനി എന്ന് വെച്ചാൽ ആചാര അനുഷ്ഠാനങ്ങൾ, വേദത്തിൽ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അവസ്ഥിതി, അങ്ങയുടെ ശരീരത്തിൻ്റെ ഓരോ വളർച്ചയുടെയും ഘട്ടങ്ങളാണ് എന്നും. ആ ശരീരം ചെറുതിൽ നിന്നും വലുതായി വരുന്ന വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ, ആ വളർച്ചയാണ്, ആ ഘട്ടങ്ങളാണ് ഈ വേദത്തിൽ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളായി കാണുന്നത്. ഇനി സംസ്ഥാവിഭേദ, യാഗങ്ങൾ തന്നെ 7 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതാണ് സംസ്ഥാവിഭേദ. ഇത് തവ, അല്ലയോ ഭഗവാനെ, ദേവ, അങ്ങയുടെ ദാതവഹ, ശരീരത്തിലെ 7 ധാതുക്കളാണ്. അപ്പോൾ അങ്ങയുടെ ശരീരത്തിലെ 7 ധാതുക്കളാണ് 7 വിഭാഗമായിട്ടുള്ള യാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി സത്രാണി സർവാണി, സർവാണി എന്ന് വെച്ചാൽ സകലവിധ യാഗയജ്ഞാദി കർമ്മങ്ങളും ആയിരിക്കുന്നു. സത്രാണി എന്ന് വെച്ചാൽ ഭഗവാനെ ശരീരസന്ധി, അങ്ങയുടെ ശരീരത്തിലെ ഞാടിഞരമ്പുകൾ, സന്ധികൾ എന്ന് പറയുന്നത് സകല യാഗയജ്ഞാദി കർമ്മങ്ങളും അങ്ങയുടെ ശരീരത്തിലെ സന്ധികളാണ്. ത്വം, അങ്ങനെ സർവയജ്ഞ, സകല വിധത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളുമായിരിക്കുന്ന കൃതു എന്ന് വെച്ചാൽ യജ്ഞസ്വരൂപനായ ഭഗവാനെ, വരാഹമൂർത്തി, ഇഷ്ടിബന്ധന, ഈ കർമ്മങ്ങളാൽ ബന്ധിതനായ അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. യാഗയജ്ഞാദി കർമ്മങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന വരാഹമൂർത്തിയായ ഭഗവാനെ, അങ്ങ് ഈ കർമ്മങ്ങളാൽ ബന്ധിതനാണ്. അതുകൊണ്ടാണല്ലോ ഈ രൂപമെടുത്ത്, വരാഹ രൂപമെടുത്ത് ഇങ്ങനെ വന്നത്. ഈ കർമ്മങ്ങളാൽ, എന്ത് കർമ്മത്തിനും ഒരു ബന്ധനമുണ്ടല്ലോ, ഈ കർമ്മങ്ങളാൽ ബന്ധിതനായിരിക്കുന്ന അല്ലയോ വരാഹമൂർത്തിയെ, അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ രേതസ്, ആ സോമരസവും അങ്ങയുടെ ശരീരത്തിൻ്റെ ഓരോ വളർച്ചകളും
വേദത്തിൽ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളും 7 വിധത്തിലുള്ള യാഗങ്ങൾ, അങ്ങയുടെ ശരീരത്തിലെ 7 ധാതുക്കളും, ഇങ്ങനെ സർവവിധ സത്രാണി സർവാണി സകലവിധ യാഗയജ്ഞാദി കർമ്മങ്ങളും ശരീരസന്ധിഹി ഭഗവാനെ അങ്ങയുടെ ശരീരത്തിലെ സന്ധികളാകുന്നു. ഇങ്ങനെ യജ്ഞസ്വരൂപനായിരിക്കുന്ന സകല യാഗങ്ങളോടും യജ്ഞങ്ങളോടും കൂടിയിരിക്കുന്ന ആ ശരീരരൂപത്തോടുകൂടിയിരിക്കുന്ന ആ കർമ്മങ്ങളാൽ ബന്ധിതനായ ഇഷ്ടിബന്ധനഃ, ആ കർമ്മങ്ങളാൽ ബന്ധിതനായ അല്ലയോ വരാഹമൂർത്തേ, അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. ഇനി ശ്ലോകം 39. നമഃ നമഃ തേ അഖില മന്ത്രദേവത ദ്രവ്യായ സർവകൃതവേ ക്രിയാത്മനെ വൈരാഗ്യ ഭക്ത്യ ആത്മജയ അനുഭാവിത ജ്ഞാനായ വിദ്യ ഗുരുവേ നമഃ നമഃ. അതായത് നമഃ നമഃ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു, തേ ഭഗവാനെ അഖില മന്ത്രദേവത അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അഖില മന്ത്ര എല്ലാ മന്ത്രദേവതകളും ആകുന്ന, എല്ലാ മന്ത്രങ്ങളും ഭഗവാന്റെ ശരീരത്തിലാണല്ലോ. ശരീരത്തിലെ തൊലിയാണ് ചന്താംസി മന്ത്രങ്ങളും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ മന്ത്രങ്ങളും അങ്ങയുടെ ശരീരമാണ്. അപ്പൊ എല്ലാ മന്ത്രദേവതകളുമാകുന്ന, ദ്രവ്യായ ഹോമത്തിനായി യാഗത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളുമാകുന്ന, സർവകൃതവേ സർവകൃതവേ എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളുമാകുന്ന, ക്രിയാത്മനെ കർമ്മസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, തേ അങ്ങേക്ക് നമഃ നമഃ അങ്ങയെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു. ഇനി ഈ വേദസ്വരൂപനായ വരാഹമൂർത്തിയെ അറിയാൻ പറ്റണമെങ്കിലുള്ള വഴിയാണ് പറയുന്നത്. വൈരാഗ്യ ഭക്തി ആത്മജയ അനുഭാവിത. വൈരാഗ്യം ഭൗതികമായ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു താല്പര്യക്കുറവ് വന്ന്, ഒരു വിരക്തി മനസ്സിൽ വന്ന്, അതിന് പകരം ആ സ്ഥാനത്ത് ഭക്തി ഉറച്ച് ആ സമർപ്പിതമായ ഭക്തിയിലൂടെ വളർന്നു വരുമ്പോൾ ആത്മജയ, മനസ്സിനെയും സകല ഇന്ദ്രിയങ്ങളെയും ജയിച്ച് അതിനെയൊക്കെ നിയന്ത്രിച്ച് ജയിക്കുന്നവർക്ക് അനുഭാവിത, അനുഭവിക്കാൻ കഴിയുന്ന ജ്ഞാനായ, ആ ശരിയായ ജ്ഞാനം ഉണ്ടല്ലോ, ആ യഥാർത്ഥ ജ്ഞാനം, ആ ജ്ഞാനമാകുന്ന വിദ്യാഗുരുവേ. അപ്പൊ വേദമാണ് ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, വേദം എന്ന് വെച്ചാൽ എന്താ? നോളജ്, അറിവ്, ആ ജ്ഞാനം. അപ്പൊ ഭഗവാൻ എന്ന് വെച്ചാൽ ആ ജ്ഞാനമാണെന്ന്. അങ്ങനെ ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന വിദ്യാഗുരുവേ നമഃ നമഃ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പൊ അങ്ങ് വേദമാണ്, ആ ജ്ഞാനമാണ്. അപ്പൊ അങ്ങയെ അറിയണമെങ്കിൽ എങ്ങനെ പോകണം? ഭൗതികമായ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിരക്തമാകി ആ ഭക്തി ഉറച്ച് ആ സമർപ്പിതമായ ഭക്തിയിലൂടെ ശരീരമനോ ബുദ്ധിയെയൊക്കെ ജയിച്ച് നിയന്ത്രിച്ച് അതിലൂടെ അനുഭാവിത, അപ്പോൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന സകല ജ്ഞാനത്തിൻ്റെയും ഗുരുവായ അല്ലയോ വരാഹമൂർത്തിയെ അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം 40. ദംഷ്ട്ര അഗ്രകോട്യ ഭഗവൻ ത്വയാധൃത വിരാജതേ ഭൂധര ഭൂഹു സഭൂധര യഥാ വനാത് നിസാരദഃ ദദാധൃത മതംഗ ഗജേന്ദ്രസ്യ സപത്രപത്മിനി. ദംഷ്ട്ര അഗ്രകോഢ്യ ഭഗവൻ ത്വയാധൃത വിരാജതേ ഭൂധര ഭൂഹു സഭൂധര യഥാ വനാത് നിസാരദഃ ദദാധൃത മതം ഗജേന്ദ്രസ്യ സപത്രപത്മിനി. അതായത് ദംഷ്ട്ര അഗ്രകോഢ്യ, അങ്ങ് ഭഗവാനെ, ഭഗവൻ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ, അതാണ് അഗ്രകോഢ്യ, അഗ്രഭാഗത്താൽ, ത്വയ അങ്ങ്, ധൃത, ധൃത എന്ന് വെച്ചാൽ ധരിച്ചു അല്ലെങ്കിൽ പരിപാലിച്ചു സംരക്ഷിച്ചു, ഭൂധര ഭൂമിയെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അങ്ങ്, ഭൂഹു സഭൂധര, ഭൂ എന്ന് വെച്ചാൽ ഭൂതലത്തെ, സഭൂധര എന്ന് വെച്ചാൽ പർവ്വതങ്ങളോടുകൂടി, നിരവധി മനോഹരമായ പർവ്വതങ്ങളോടുകൂടി നിൽക്കുന്ന ഭൂഹു, ആ ഭൂമിയെ ഉയർത്തിപ്പിടിച്ച് സംരക്ഷിച്ച് നിൽക്കുന്ന സ്വന്തം ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഭഗവാനെ വിരാജിത വിരാജതേ, വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത് എന്ന്. നിറയെ പർവ്വതങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഈ ഭൂമിയെ സ്വന്തം ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ സംരക്ഷിച്ച് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഭഗവാൻ നിൽക്കുന്ന ആ കാഴ്ച അതീവ മനോഹരമായിരുന്നു. യഥാ, ഇനി അതിനെ ഒന്ന് ഉപമിക്കുകയാണ്. യഥാന്ന് വെച്ചാൽ അതുപോലെ എന്ന്. ഇതുപോലെ വനാത്
നിസാരദഃ. വനാത് നിസാരദഃ എന്ന് വെച്ചാൽ ജലത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് കയറി വരുന്ന മദം ഗജേന്ദ്രസ്യ. ഗജേന്ദ്രസ്യ എന്ന് വെച്ചാൽ മദമിളകിയ ഒരു ആനയുണ്ടല്ലോ, ജലത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് കയറി വരുന്ന മദമിളകി നിൽക്കുന്ന കുറുമ്പനായിട്ടുള്ള ഒരു ആന. ആ ആന ദദാന്ന് വെച്ചാൽ തൻ്റെ കൊമ്പ് കൊണ്ട് ധൃതാന്ന് വെച്ചാൽ എടുത്തോണ്ട് വരികയാണെന്ന്. സപത്ര പത്മിനി, ഇലകളോടുകൂടി നിൽക്കുന്ന ഒരു താമരപ്പൂവിനെ കടയോടെ പറിച്ചെടുത്തിട്ട് കൊമ്പിൽ വെച്ചിട്ട് ഒരു ആന ജലത്തിൽ നിന്ന് കയറി വരുന്ന ഒരു കാഴ്ചയൊന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. അതുപോലെ മനോഹരമായിരുന്നു. കുളി കഴിഞ്ഞ് കുറുമ്പ് കാണിച്ച് മദമിളകി നിൽക്കുന്ന ഒരു ആന കുളി കഴിഞ്ഞ് ജലത്തിൽ നിന്ന് കയറി വരുമ്പോൾ നിറയെ ഇലകളോടുകൂടി കടയോടുകൂടി പറിച്ചെടുത്ത് തൻ്റെ കൊമ്പിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന് ആന. അങ്ങനെ കയറി വരുന്ന ഒരു ആന എങ്ങനെയായിരിക്കും കാണാൻ? അതുപോലെയായിരുന്നു ഭഗവാനെ അങ്ങയുടെ ദംഷ്ട്രയുടെ അഗ്രഭാഗത്തിൽ കൊണ്ട് ഭൂമിയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന, നിറച്ച് പർവ്വതങ്ങളോടും പച്ചപ്പോടും കൂടി നിൽക്കുന്ന ഭൂമിയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച അതീവ വിരാജതേ, മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. ശ്ലോകം 41. ത്രയീമയം രൂപമിദം ച സൗഖരം ഭൂമണ്ഡലേന അഥ ദദാ ധൃതേന തേ ചകാസ്തി ശൃംഖ ഊഡഗനേന ഭൂയസ കുലാചലേന്ദ്രസ്യ യദാ ഏവ വിഭ്രമ. ത്രയീമയം രൂപമിദം ച സൗഖരം ഭൂമണ്ഡലേന അദദാ ധൃതേന തേ ചകാസ്തി ശൃംഖഊഡഗനേന ഭൂയസ കുലാജലേന്ദ്രസ്യ യദാ ഏവ വിഭ്രമ. അതായത് ത്രയീമയി രൂപം അറിയാലോ, 3 വേദങ്ങളാകുന്ന രൂപം. ഇതം ഈ രൂപം ച സൗകരം ആ സൗകര രൂപം, ആ വരാഹ രൂപം, 3 വേദങ്ങളുമാകുന്ന അങ്ങയുടെ ആ വരാഹ രൂപം ഭൂമണ്ഡലേന അഥാന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂമണ്ഡലേന ഭൂമിയെ ദദാ തൻ്റെ കൊമ്പ് കൊണ്ട് ധൃതേന ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ ചകാസ്തി എന്ന് വെച്ചാൽ ജ്വലിക്കുന്നു. ആ കാഴ്ച ഇങ്ങനെ ജ്വലിക്കുന്നു. എന്തുപോലെ? ശൃംഖ ഊഢഗനേന, അതായത് ഭഗവാന്റെ ആ നിൽപ്പിനെയാണ് വർണ്ണിക്കുന്നത്. ശൃംഖ ഊഢന്ന് വെച്ചാൽ കൊടുമുടി ഇങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. വലിയ വലിയ പർവ്വതങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഘനേന മേഘങ്ങൾ, ആകാശത്തോളം ഉയരമുള്ള വലിയ വലിയ പർവ്വതങ്ങളുടെ തുമ്പഭാഗം നോക്കുമ്പോൾ ഈ മേഘങ്ങളും പർവ്വതവും മുട്ടി നിൽക്കുന്ന പോലെ തോന്നും. അപ്പൊ മേഘത്തെ താങ്ങി നിർത്തുന്നത് ആ പർവ്വതമാണെന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് തോന്നുമല്ലോ. അതാണ് വലിയ വലിയ പർവ്വതങ്ങളാൽ വഹിക്കപ്പെട്ട് ചുമന്നുകൊണ്ട് നിൽക്കുന്ന കാർമേഘം പോലെയെന്ന്. അപ്പൊ പർവ്വതം ഭഗവാനും ആ കാർമേഘം ഭൂമിയുമായിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ആകാശം മുട്ടെ നല്ല ഉയരമുള്ള പർവ്വതങ്ങൾ വരുമ്പോൾ കാർമേഘങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് മുട്ടി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പൊ പർവ്വതമാണ് കാർമേഘത്തെ ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഭൂയസ വളരെ മഹത്തായിട്ടുള്ള കുലാജലേന്ദ്ര ഇന്ദ്രസ്യ മഹാപർവ്വതം പോലെ യഥാ ഏവ ഇപ്രകാരം വിഭ്രമഃ അങ്ങ് ശോഭിക്കുന്നു. അപ്പോൾ വേദസ്വരൂപമായ ശരീരത്തോടു കൂടിയ അല്ലയോ വരാഹമൂർത്തി ഭൂമിയെ സ്വന്തം കൊമ്പുകളിൽ ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച് അങ്ങ് നിൽക്കുന്ന ആ നിൽപ്പ് കാണുമ്പോൾ വലിയ വലിയ ഉയരമുള്ള കൊടുമുടികളാൽ വഹിക്കപ്പെടുന്ന മേഘങ്ങൾ പോലെ അങ്ങനെ ആ മേഘം ഭൂമിയും ആ വഹിക്കുന്ന പർവ്വതം എന്ന് അങ്ങനെ മഹത്തായ പർവ്വതം പോലെ വജ്രാപർവ്വതം പോലെ മഹത്തായ വൻ പർവ്വതം പോലെ അങ്ങ് ശോഭിക്കുന്നു. അങ്ങയുടെ ആ ശരീരം, വേദമാകുന്ന അങ്ങയുടെ ആ ശരീരം ശോഭിക്കുന്നു. അതാണ് ആ പറയുന്നത്. ശ്ലോകം 42. സ്ഥാപയായേനം ജഗതാം സദസ്തുഷാം ലോകായ പത്നീം അസി മാധരം പിതാ വിദേമ ച അസ്യ നമസാ സഹാ ത്വയാ യസ്യാം സ്വതേജ അഗ്നി ഇവ അരണൗ അധ. സ്ഥാപയായേനം. എന്നിട്ട് മഹർഷിമാർ ഇത്രയും പറഞ്ഞിട്ട് പറയാ, ഭഗവാനെ ഏനം ഈ ഭൂമിയെ സ്ഥാപയ അങ്ങൊരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തൂ. അങ്ങിങ്ങനെ ആ ദംഷ്ട്രകളുടെ അഗ്രഭാഗം കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കാതെ അങ്ങ് ആ ഭൂമിയെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ. കാരണം ജഗതാം എന്ന് വെച്ചാൽ ജംഗമമായിട്ടുള്ള, സദസ്തുഷ എന്ന് വെച്ചാൽ സ്ഥാവരമായിട്ടുള്ള, അതായത് ചലിക്കാൻ കഴിയുന്നതും ചലിക്കാൻ കഴിയാത്തതും സ്ഥാവരവും ജംഗമവുമായ സർവചരാചരങ്ങളുടെയും അധിവാസ കേന്ദ്രമായ ഈ ഭൂമിയെ അങ്ങ് എവിടെയെങ്കിലും സ്ഥാപയ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ് ലോകായ സർവചരാചരങ്ങളുടെയും നിലനിൽപ്പ്, ഈ ലോകം
ഇത് നിലനിന്ന് പോകണമെങ്കിൽ ഈ ലോകത്തെ നിലനിർത്തുന്ന പത്നിയും അസി, അങ്ങയുടെ പത്നിയായിട്ടുള്ള അസി, അങ്ങയുടെ പത്നിയായിട്ടുള്ള മാധരം, ഈ ലോകത്തിൻ്റെ അമ്മയായിട്ടുള്ള ഭൂമിദേവിയെ പിതാ, ഈ ലോകത്തിൻ്റെ പിതാവായ അങ്ങ് സ്ഥാപയ, ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ. അപ്പോൾ സർവചരാചരങ്ങളുടെയും സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള സർവചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകം, ഈ ഭൂമിയെ അങ്ങയുടെ പത്നിയാണ് ഭൂമിദേവി. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ മാതാവ് അമ്മയുമാണ്, നമ്മുടെ ഒക്കെ സർവചരാചരങ്ങളുടെ അമ്മയുമാണ് ഭൂമിദേവി. അങ്ങയുടെ പത്നിയും ലോകത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ഭൂമിദേവിയെ ലോകത്തിൻ്റെ പിതാവായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള അങ്ങ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ. വിധേമ എന്ന് വെച്ചാൽ ചെയ്യുന്നു, അസ്യ നമസ, അസ്യ എന്ന് വെച്ചാൽ ആ ഭൂമിദേവിയെയും ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. സഹ ത്വയ, ഒപ്പം അങ്ങയോടൊപ്പം. മനസ്സിലായ? അങ്ങയെ മാത്രമല്ല, അങ്ങയെയും ലോകത്തിന്റെ മാതാവായിട്ടുള്ള ഭൂമിദേവിയെയും ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയാണ് യസ്യാം, ആ ഭൂമിദേവിയിൽ സ്വതേജസ, സ്വന്തം തേജസ്സിനെ, ആ വീര്യത്തെ, അഗ്നിം ഇവ, അഗ്നിയെ എന്ന പോലെ, അരണിയിൽ അഗ്നിയെ എന്ന പോലെ അതാ അങ്ങ് നിക്ഷേപിക്കൂ എന്ന്. അരണി എന്ന് വെച്ചാൽ യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലേക്കാണ് വിറകുകളെ എടുക്കുക. അപ്പൊ അരണി വിറകുകളുടെ ഉള്ളിൽ അഗ്നി ഒളിച്ചിരിപ്പുണ്ട്. അത് കത്തുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ആ അഗ്നി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് കത്തുന്നത്. അപ്പോൾ ആ അഗ്നിയെ ആർക്കും കാണാൻ സാധിക്കില്ല. എന്നാൽ അരണി വിറക് കത്തുമ്പോൾ ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുപോലെ അതാണ് അരണൗ ഇവ അഗ്നി, അരണിയിൽ അഗ്നി ഒളിച്ചിരിക്കുന്നത് ഇവ. അതുപോലെ അങ്ങയുടെ പത്നിയാകുന്ന ഭൂമിദേവിയിൽ ആ അങ്ങയുടെ തേജസ്സിനെ അതാ നിക്ഷേപിക്കൂ. അങ്ങാണ് പിതാവ്. അപ്പോൾ ഈ ഭൂമിദേവിയാണ് സൃഷ്ടിക്കുന്നത് ഇതിനകത്തെ സർവചരാചരങ്ങളെയും. അപ്പോൾ ഭൂമിദേവി ഇതിനകത്തെ സ്ഥാവരവും ജംഗമവുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കണമെങ്കിൽ അങ്ങയുടെ തേജസ്, ആ ചൈതന്യത്തെ, ആ ജീവചൈതന്യത്തെ ഇതിൽ നിക്ഷേപിക്കണം. അപ്പോഴാണ് ഭൂമിദേവി ഗർഭം ധരിച്ച് സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും മനുഷ്യരെയും പർവ്വതങ്ങൾ നദികൾ സർവ്വതിനെയും ജന്മം കൊടുക്കുന്നത്. അങ്ങയുടെ പത്നിയായ ഭൂമിദേവിയിലേക്ക് അങ്ങയുടെ ചൈതന്യത്തെ, ആ സ്വതേജസ്സിനെ അങ്ങ് നിക്ഷേപിക്കൂ. വിറകിനുള്ളിൽ വിറകിൽ അഗ്നി നിക്ഷേപിക്കുന്നത്, ഭഗവാൻ വിറകിൻ്റെ ഉള്ളിൽ അഗ്നി നിക്ഷേപിക്കുന്നത് പോലെ അങ്ങ് ഭൂമിദേവിയിൽ സ്വന്തം തേജസ്സിനെ നിക്ഷേപിക്കൂ. എന്നിട്ട് ലോകത്തിൻ്റെ മാതാവായ ഭൂമിദേവിയെ പിതാവായ അങ്ങ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ. അതാണ് മഹർഷിമാർ ആവശ്യപ്പെട്ടത്. ശ്ലോകം 43. കഹ ശ്രദ്ധദീത അന്യതഃ തവ പ്രഭോ രസാംഗദായ ഭൂവ ഉദ്വിബർഹണം ന വിസ്മയഃ അസൗ ത്വയി വിശ്വവിസ്മയേ യഹ മായയാ ഇദം സസൃജ അതിവിസ്മയം. കഹ ശ്രദ്ധദീത അന്യതമ തവ പ്രഭോ രസായാംഗദായ ഭുവ ഉദ്വിബർഹണം ന വിസ്മയ അസൗ ത്വയി വിശ്വവിസ്മയേ യഹ മായയാ ഇദം സസൃജ അതിവിസ്മയം. അതായത് കഹ ആർക്കാണ്, അന്യതമ മറ്റാർക്കാണ്, ഇനി വേറെ ആർക്കാണെന്ന്, ശ്രദ്ധാതീത ഇതുപോലെയുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ, തവ പ്രഭോ, അല്ലയോ പ്രഭോ വരാഹമൂർത്തേ, അങ്ങയല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുക? ആ പ്രവൃത്തി എന്തായിരുന്നു? രസായാം ഗതായ, രസാതലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ, ഭുവഹ ഭൂലോകത്തെ, ഉദ്വിബർഹണം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഈ ഒരു കർമ്മത്തെ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഇവിടെ ചെയ്യാൻ കഴിയുക? നാ വിസ്മയഹ, അങ്ങേക്ക് ഒരു അത്ഭുതവും ഇതിൽ തോന്നണില്ല എന്ന്. അത്ഭുതം തോന്നുന്നത് മുഴുവൻ ഞങ്ങൾക്കാ, അങ്ങേക്ക് ഇതിൽ ഒരു അത്ഭുതവുമില്ല. അസൗ ഇത്, ഈ കാര്യത്തിൽ, ത്വയി ഭഗവാനെ അങ്ങേക്ക്, വിശ്വവിസ്മയെ ഈ പ്രപഞ്ചമാകുന്ന വിസ്മയത്തിനെ സൃഷ്ടിച്ച അങ്ങേക്ക് ഇതൊരു അത്ഭുതമല്ല. കാരണം യഹ അങ്ങാണ് മായയാ, അങ്ങയുടെ തന്നെ മായാശക്തിയെ ഉപയോഗിച്ച്, സാക്ഷാൽ പരമാത്മാവാണ് അങ്ങ്. അപ്പൊ അങ്ങയുടെ മായാശക്തിയെ, അങ്ങയിൽ തന്നെ ലീനമായിരിക്കുന്ന ആ പ്രകൃതി എന്ന മായാശക്തിയെ ഉപയോഗിച്ച് ഇതം പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ സസൃജ സൃഷ്ടിച്ചു, അതിവിസ്മയ, അതിവിസ്മയകരമായ രീതിയിൽ അല്ലെ. അത് നമ്മൾ കണ്ടു. ഏറ്റവും ആദ്യത്തെ എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചത് എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പം
അതിവിസ്മയകരമായ രീതിയിൽ അങ്ങയിൽ തന്നെ ലീനമായിരിക്കുന്ന പ്രകൃതിയുടെ മായാശക്തിയെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വിശ്വവിസ്മയം കാഴ്ചവെച്ച അങ്ങേക്ക് ഇതൊന്നും ഒരു അത്ഭുതമല്ല. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് ഇത് അത്യത്ഭുതമായൊരു കാഴ്ചയാണ് ഭഗവാനെ. രസാതലത്തിലേക്ക് ആണ്ടുപോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വന്തം ദംഷ്ട്രയാൽ ചുമന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അങ്ങ് നിൽക്കുന്ന ആ നിൽപ്പ് ഇത് അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ച് കീർത്തിക്കുന്നത് എന്ന് നോക്കൂ. ശ്ലോകം 44. വിധുന്വത വേദമയം നിജം വപു ജ്ഞാനതപ സത്യനിവാസിനോ വയം സടാശിഖ ഉദ്ധൂത ശിവ അംബുബിന്ദുബി വിമൃജ്യമാന വൃഷമീശഭാവിതഃ. നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴേ ഈ ദീപാരാധന കഴിയുമ്പോൾ തിരുമേനി പുറത്തേക്ക് വന്നിട്ട് ആ പുണ്യാഹ ഇങ്ങനെ തെളിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ പുണ്യാഹ ജലം മേലെ വീഴുമ്പോൾ നമ്മൾ പവിത്രമാകുന്നു എന്ന്, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നൊരു സങ്കല്പം നമുക്കുണ്ട് പുണ്യാഹ ജലം തെളിക്കുമ്പോൾ. അതേപോലെയാണ് അവിടെ നിൽക്കുന്ന മഹർഷിമാർക്ക് തോന്നിയത് എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. വിധുന്വത എന്ന് വെച്ചാൽ കൊടയ. വരാഹമൂർത്തിയാണല്ലോ ഭഗവാനെ. അങ്ങയുടെ ശരീരം ഇങ്ങനെ കൊടയുമ്പോൾ വേദമയം, വേദമാകുന്ന നിജം വപു, അങ്ങയുടെ ആ ശരീരം, വേദമാകുന്ന അങ്ങയുടെ ആ ശരീരം അങ്ങ് ഇങ്ങനെ കൊടയുമ്പോൾ ജന തപ സത്യനിവാസിനഹ, ജനലോകത്തും തപലോകത്തും സത്യലോകത്തും വസിക്കുന്ന വയം ഞങ്ങൾക്ക് സടാശിഖ ഉദ്ധൂത, അങ്ങയുടെ ഇങ്ങനെ കൊടയുമ്പോൾ ആ സട കൊടയുന്നിടത്ത് നിന്ന് ശിഖ ഉദ്ധൂത, പുറത്തേക്ക് തെറിക്കപ്പെടുന്ന ശിവ. ശിവ എന്ന് വെച്ചാൽ മംഗളകരമായ പവിത്രമായ അമ്പുബിന്ദു, ജലബിന്ദുക്കൾ വിമൃജ്യമാനഹ, ഞങ്ങളുടെ മേലേക്ക് തെളിക്കപ്പെടുകയാണെന്ന്. ഭഗവാൻ ഇങ്ങനെ കൊടയില്ലേ, സ്വന്തം ശരീരം ഇങ്ങനെ കൊടയുമ്പോൾ ആ സടകളിൽ നിന്നൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലം ഞങ്ങളുടെ മേലേക്ക് തെളിക്കപ്പെടണമെന്ന്, ഇങ്ങനെ ചെതറുകയാണ്, ഞങ്ങളുടെ മേലൊക്കെ വന്ന് വീഴുകയാണെന്ന്. അപ്പോൾ വൃഷം എന്ന് വെച്ചാൽ വളരെ ഉയർന്ന രീതിയിൽ പാവിതഹ, ഞങ്ങൾ പരിപാവനമായി തീരുന്നു ഈശ, അല്ലയോ ഭഗവാനെ എന്ന്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി തെളിക്കുന്ന ദീപാരാധന കഴിഞ്ഞ് പുറത്തേക്ക് തെളിക്കുന്ന പുണ്യാഹം പോലെ അങ്ങ് ആ മഹാജലത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ആ ഭൂമിയെ പിടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ ശരീരം കൊടയുമ്പോൾ അങ്ങയുടെ ശരീരത്തിൽ നിന്നും തെറിക്കുന്ന ജലബിന്ദുക്കൾ വന്ന് ഞങ്ങളുടെ മേല് തട്ടുമ്പോൾ ജനലോകത്ത് സത്യലോകത്ത് തപലോകത്ത് വസിക്കുന്ന മഹർഷിമാരായ ഞങ്ങളുടെ മേല് വന്ന് തട്ടുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഉയർന്ന രീതിയിൽ പരിശുദ്ധരാക്കപ്പെടുന്നു, അല്ലയോ ഭഗവാനെ. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 45. സഹവൈഭത ഭ്രഷ്ടമതി തവ യേശതേ യഹ കർമാണാം പാരം അപാരകർമ്മണ, പാരം അപാരകർമ്മണ യത് യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹി ശം. അതായത് സഹവൈ, ആരാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത്? ഭദ എന്ന് വെച്ചാൽ കഷ്ടം തന്നെ എന്ന്. ഭ്രഷ്ടമതി എന്ന് വെച്ചാൽ വിഡ്ഢിത്തം, അറിവില്ലാത്ത ആളുകൾ എന്നർത്ഥം. വിഡ്ഢികളായിട്ടുള്ള ആളുകൾ, അറിവില്ലാത്ത ആളുകൾ. തവ യേശ എന്ന് വെച്ചാൽ ഭഗവാനെ, തേ അങ്ങയുടെ, യഹ എന്താണോ, കർമാണാം കർമ്മങ്ങൾ, ഭാരം എന്ന് വെച്ചാൽ ആ കർമ്മത്തിൻ്റെ പരിധി, അപാരകർമ്മണ ഭഗവാനെ, അപാര കർമ്മങ്ങളോടുകൂടിയ, ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായ കർമ്മങ്ങളോടുകൂടിയ, അപാര കർമ്മങ്ങളോടുകൂടിയ അങ്ങയുടെ കർമ്മങ്ങളുടെ പരിധി അളക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, അതായത് ആ കർമ്മത്തെക്കുറിച്ച് അറിയാൻ ആരാണോ ശ്രമിക്കുന്നത്, അത് മണ്ടത്തരാണെന്ന്, കഷ്ടം തന്നെ. അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് ഭ്രഷ്ടമതി, വിഡ്ഢിത്തമാണ്, അറിവില്ലായ്മയാണ് ആ ചെയ്യുന്നത്. അതാണ് ആ പറയുന്നത്. സഹവൈ, ആരാണോ ഈ ഭ്രഷ്ടമതി എന്ന് ചെയ്ത് വിവരമില്ലാത്ത ആളുകളാണോ അറിയാൻ ശ്രമിക്കുന്നത്, അപാര കർമ്മങ്ങളോടുകൂടിയ ഭഗവാന്റെ കർമ്മത്തിന്റെ പരിധി, ഇത് എങ്ങനെ സാധിച്ചു, ഇതിന്റെ ശാസ്ത്രീയ വശം എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢികളാണെന്ന്. അതായത് ആ പ്രകൃതി എന്ന ശക്തിയുടെ ഇച്ഛ, അതാണ് ഈ പ്രപഞ്ചം നടന്നു പോകുന്നത്. ആ ഇച്ഛ, ആ കർമ്മം, നാളെ അടുത്ത നിമിഷം എന്ത്, പ്രകൃതി നിശ്ചയം എന്തെന്ന്, ആ കർമ്മം, പ്രകൃതിയുടെ ആ ശക്തിയുടെ കർമ്മം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന്. അങ്ങനെ ചെയ്യുന്നത് വിവരമില്ലായ്കയാണ്. കാരണം അപാര കർമ്മങ്ങളോടുകൂടി നിൽക്കുന്ന ആ പ്രകൃതിയുടെ കർമ്മങ്ങളുടെ സത്യം അറിയാൻ ആർക്കും സാധ്യമല്ല. അതിൻ്റെ കാരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യത് യോഗ മായാഗുണം, ഏതൊരു പ്രകൃതി എന്ന ശക്തിയുടെ, മായാശക്തിയുടെ
ആ മായയിൽ ആ സത്വരജ തമോ ഗുണമാകുന്ന ആ ഗുണത്തിൽ യോഗമോഹിതഹം, ഈ പ്രപഞ്ചം മുഴുവൻ മോഹിക്കപ്പെട്ടിട്ട് വിശ്വസമസ്തം എന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ സമസ്ത ലോകവും ആ മോഹവലയത്തിൽ അകപ്പെട്ട് കിടക്കുകയാണെന്ന്. അതുകൊണ്ട് അതിനെ ആ മായയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമസ്ത ലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും ആ പ്രകൃതിയുടെ കർമ്മത്തിൻ്റെ പരിധി, കർമ്മം എന്താണെന്ന്, അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ വിദേഹിശം, ഒന്നും ചെയ്യാനില്ല, വിദേഹിശം, ഞങ്ങൾക്ക് നേരെ കുറച്ച് കരുണ ചൊരിയണമേ, അത്രയേ ഉള്ളൂ. ഇത് പറയുന്നത് ആരാണെന്ന് ഓർക്കണട്ട, സത്യ ജന തപലോകങ്ങളിൽ വസിക്കുന്ന മഹർഷീശ്വരന്മാരാണ് പറയണേ. ഒന്നും ചെയ്യാനില്ല ഭഗവാനെ, ഞങ്ങൾക്ക് നേരെ കുറച്ചൊരു കരുണ ചൊരിയണമേ, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഭൂലോകത്ത് വസിക്കുന്ന നമ്മളൊക്കെ എവിടെയാ കിടക്കണേന്ന് ആലോചിച്ചു. അവര് പോലും അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ അവസ്ഥയിൽ എത്തിയിട്ട് പോലും ഇല്ലാത്ത, അവരുടെ പോലും അവസ്ഥയിൽ എത്തിയിട്ടില്ലാത്ത നമ്മളെ മനുഷ്യഭൂമിയിൽ ഇങ്ങനെ ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യർക്ക് നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളാണ് ഈ അഹങ്കാരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നത്. അവർ പറയാണ്, ഭഗവാനെ ഞങ്ങളൊന്നുമല്ല, ഞങ്ങളെ കൊണ്ടൊക്കെ ഈ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആ പ്രകൃതി എന്നൊരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് വരാഹ രൂപ ധരിച്ച് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ കർമ്മം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ശക്തിയുടെ കർമ്മം ഇപ്പം ബ്രഹ്മാവിന് പോലും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ശക്തിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് വരാഹ രൂപത്തിൽ നിന്ന്, കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ആ പ്രകൃതിയുടെ കർമ്മത്തിൻ്റെ സത്യം എന്താണെന്നോ അതിൻ്റെ പരിധി എന്തെന്നോ അളക്കാൻ നോക്കുന്നത് വിവരമില്ലായെങ്കിൽ അത് സാധിക്കില്ല. കാരണം വിശ്വം സമസ്തം, ഈ സമസ്ത ലോകവും ആ പ്രകൃതി ശക്തിയുടെ മായയിൽപ്പെട്ട് മോഹിതരായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സത്യജന തപലോകത്തിൽ വസിക്കുന്ന നിവാസികളായ മഹർഷീശ്വരന്മാർ പോലും ഭഗവാനെ കരുണ മാത്രം മതി, ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ആ മായയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അവിടുത്തെ കാരുണ്യം ഒരല്പം ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെയാണ് അവർ പോലും ഇരിക്കുന്നത്. മനസ്സിലായോ? ശ്ലോകം 46 മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറയാണ്, ഇതി ഉപസ്ഥീയമാന തൈഹി മുനിഭിഹി ബ്രഹ്മവാദിഭിഹി സലിലേ സ്വഖുരാ ആക്രാന്ത ഉപാദത്ത അവിധ അവനി. ഇതി ഇപ്രകാരം ഉപസ്ഥീയമാന സ്തുതിക്കപ്പം മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മഹർഷിമാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട, അതാണ് ഇതി ഉപസ്ഥീയമാന, ഇപ്രകാരം സ്തുതിക്കപ്പെട്ട, തൈഹി ആ വരാഹമൂർത്തി, മുനിഭിഹി ബ്രഹ്മവാദിഭിഹി, ബ്രഹ്മവാദിഭി എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം നേടിയ മുനിഹി, ഈ ഇത്യാദി മഹർഷിമാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടു നിൽക്കുന്ന ആ വരാഹമൂർത്തി സലിലെ ആ പ്രളയജലത്തിൻ്റെ മുകളിലായിട്ട് സ്വഖുര ആക്രാന്ത തൻ്റെ തേറ്റയിൽ അല്ലെ തൻ്റെ ദംഷ്ട്രയിൽ ഇരിക്കുന്ന ആ ഭൂമിയെ, അവനെയും അവിത ഭൂമിയുടെ സംരക്ഷകനായിട്ടുള്ള വരാഹമൂർത്തി ആ ഭൂമിയെ ഈ സലിലെ ഈ പ്രളയജലത്തിൻ്റെ മുകളിലായിട്ട് ഉപാദത്ത ഉറപ്പിച്ചു വെച്ചു, ജലത്തിൻ്റെ മുകളിലായിട്ട് ഉറപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം മഹർഷിമാരെ അങ്ങയുടെ ശരീരം തന്നെ യജ്ഞസ്വരൂപനാണ്, അങ്ങയുടെ ശരീരം തന്നെ വേദസ്വരൂപനാണ്. യാഗയജ്ഞാദി കർമ്മങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ഉപകരണങ്ങളും അങ്ങയുടെ ഓരോ ശരീരാവയവങ്ങളാണ് എന്നൊക്കെ സ്തുതിച്ചിട്ട് ഈ ഭൂമി, ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ടുള്ള ഭൂമി ദേവിയെ ഞങ്ങളുടെയൊക്കെ പിതാവായ അങ്ങ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കൂ, എന്നിട്ട് ആ ഭൂമി ദേവിയിൽ അങ്ങയുടെ തേജസ്സിനെ അങ്ങ് നിക്ഷേപിക്കൂ, അങ്ങനെ ഭൂമി ദേവി സർവ്വചരാചരങ്ങൾക്കും ജന്മം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഈ ഒരു കർമ്മത്തെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചു വയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും അങ്ങനെ അങ്ങയുടെ പ്രകൃതി എന്ന ശക്തിയുടെ ഇത്യാദി കർമ്മങ്ങളുടെ, ഇങ്ങനെയുള്ള കർമ്മങ്ങളുടെ പരമസത്യം അന്വേഷിച്ചിറങ്ങാൻ ആര് ശ്രമിച്ചാലും, പരിധി അന്വേഷിച്ചിറങ്ങാൻ ആര് ശ്രമിച്ചാലും അത് ആർക്കും സാധ്യമല്ല. കാരണം ആ മായയിൽപ്പെട്ടുഴലുന്നതാണ് സമസ്ത വിശ്വവും ലോകവും. അതുകൊണ്ട് അമ്മേ, ആ പ്രകൃതി, ആ ഭഗവാനെ ഞങ്ങളിൽ ആ അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മഹർഷിമാരുടെ ആ സ്തുതി വാക്കുകൾ കേട്ട് സംതൃപ്തനായ വരാഹമൂർത്തി ഭൂമിയെ ആ പ്രളയജലത്തിൻ്റെ മുകളിലായിട്ട് ഉറപ്പിച്ചു വെച്ചു. അതാണ് ഉപാദത്ത എന്ന് പറയുന്നത്.
ശ്ലോകം 47. സഹ ഇത്തം ഭഗവാൻ ഉർവീം വിശ്വക്സേനഃ പ്രജാപതിഃ രസായ ലീലയോ ഉന്നീതാം അപ്സു ന്യസ്യ യയൗ ഹരിം. അതായത് സഹയിത്തം ഈ രീതിയിൽ ഭഗവാൻ വരാഹമൂർത്തി ഉർവി ഭൂമിയെ വിശ്വക്സേന പ്രജാപതി, വിശ്വക്സേന എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പേര്. അതായത് വിശ്വം മുഴുവൻ ഒരു പരമാണുവായി നിറഞ്ഞു നിൽക്കുന്നവനും പ്രജാപതി യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ മുകളിലിരുന്ന സർവചരാചരങ്ങളുടെയും ശരിക്കുള്ള പ്രജാപതിയുമായിട്ടുള്ള ഭഗവാൻ ഈ രീതി പ്രകാരം ഉർവി ഭൂമിയെ രസാതലത്തിൽ നിന്നും ലീലയ, അതായത് വളരെ നിഷ്പ്രയാസം ഉന്നീത ഉയർത്തിക്കൊണ്ടുവന്ന് അപ്സു ന്യസ്യ, അപ്സു ആ മഹാജലത്തിൻ്റെ മുകളിൽ ന്യസ്യ എന്ന് വെച്ചാൽ സ്ഥാപിച്ചിട്ട് ഹരി ആ ശ്രീഹരി വരാഹമൂർത്തി യയൗ അവിടെ നിന്നും പോയി അപ്രത്യക്ഷനായി എന്ന്. ആ കർമ്മം ചെയ്യാനായി വന്നു. ആ കർമ്മം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അപ്പോൾ ഈ പ്രകാരം പ്രപഞ്ചം മുഴുവൻ ഒരു പരമാണുവായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനും യഥാർത്ഥ പ്രജാപതിയുമായ മഹാവിഷ്ണു സാക്ഷാൽ ശ്രീഹരി ആ ഭൂമിയെ ആ രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് വളരെ നിഷ്പ്രയാസമാ പ്രളയജലത്തിൻ്റെ മുകളിൽ ഉറപ്പിച്ചു വെച്ച് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ശ്ലോകം 48. യ ഏവ യ ഏവം ഏതാം ഹരിമേധസഃ ഹരേ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണീത ഭക്ത്യാ ശ്രവയേത വഹ വാ ഉഷതീം ജനാർദ്ദനഃ അസ്യ ആശു ഹൃദി പ്രസീദതി. യ ഏവം ഏതാം ഹരിമേധസഃ ഹരേ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണ്വീത ഭക്ത്യാ ശ്രവയേത വാ ഉഷതീം ജനാർദ്ദനഃ അസ്യ ആശു ഹൃദി പ്രസീദതി. യാ ഏവ ആരാണോ ഏവ ഇപ്രകാരം ഏതാം ഈ ഹരിമേധസ ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഹരേ സാക്ഷാൽ ശ്രീഹരിയുടെ കഥകളെ സുഭദ്രാം മംഗളകരമായിട്ടുള്ള കഥകളെ കഥനീയമായിന അതായത് കീർത്തിക്കപ്പെടേണ്ട കഥകളോടുകൂടിയ, അതാണ് കഥനീയമായിന, കീർത്തിക്കപ്പെടേണ്ടതാണ് ഭഗവാന്റെ കഥകളെ, കീർത്തിക്കപ്പെടേണ്ട കഥകളോടുകൂടിയ സാക്ഷാൽ ശ്രീഹരിയുടെ ഹരിമേധസ എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ ആ മംഗളകരമായ കീർത്തിക്കപ്പെടേണ്ട കഥകളോടുകൂടിയ ഭഗവാന്റെ ആ കഥകളെ യഹ ഏവ ആരാണോ ശൃണ്വീത ശ്രവിക്കുന്നത് ഭക്തിയോടെ ശ്രവിക്കുന്നത്, മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭക്തിയോടെ ശ്രവിക്കുന്നത്, ശ്രവയേത പറഞ്ഞു കൊടുക്കുന്നത്, വ ഉഷതീം പ്രസന്നമായിട്ട് പറഞ്ഞു കൊടുക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭഗവൻ ജനാർദ്ദനഃ ഭഗവാൻ അസ്യ അവരുടെ ആശു വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ പ്രസാദിക്കുന്നു. ആരാണോ കീർത്തിക്കപ്പെടേണ്ട കഥകളോടുകൂടിയ ഭഗവാൻ, ഭക്തരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ആ മംഗളകരമായ കഥകളെ ഭക്തിയോടെ പറഞ്ഞു കൊടുക്കുന്നതും ആരാണോ അത് ഭക്തിയോടെ ശ്രവിക്കുകയും ചെയ്യുന്നത്, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നു. ഭഗവാൻ വസിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. അപ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ പുറമേ ഇരിക്കുന്ന ഭഗവാനെ കാണുന്നത്, മനുഷ്യന്റെ മനസ്സിലാണ് ഭഗവാന്റെ വാസസ്ഥലം. അപ്പോൾ അത് അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ മനസ്സ് പുറത്തേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് പുറത്തു വരെ ഭഗവാനെ കാണുന്നുള്ളൂ. ഉള്ളിലുള്ള ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ തന്നെ പ്രസാദിക്കണം. ആ പ്രസാദിക്കണമെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെച്ച് ഭക്തിയോടെ അത് ആ കഥകൾ കേൾക്കുക. കഥ എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ അതൊരു വെറും ഒരു കഥയല്ല, ഓരോ അവതാരങ്ങളും ഓരോ ജീവിത രീതിയെ കാണിച്ചു തരികയാണ് നമുക്ക്. ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ. മഹാവിഷ്ണു ആരാണെന്നറിയാലോ? അതായത് പ്രപഞ്ചത്തിൻ്റെ പരിപാലകനാണ്. അതായത് എങ്ങനെയാണ് ഇത് നിലനിർത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ആളാണ് മഹാവിഷ്ണു. അപ്പോൾ ഭഗവാൻ എടുക്കുന്ന ജന്മം എന്ന് വെച്ചാൽ എന്തായിരിക്കും? എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ജന്മമാണ്. കാരണം ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന പരിപാലകനാണ് ഭഗവാൻ. അപ്പോൾ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവാൻ ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് അവതാരങ്ങൾ. അപ്പോൾ ആ കഥകൾ ഭക്തിയോടെ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ അവർക്ക് അവരുടെ ഉള്ളിൽ
പുറമേ അല്ല, അവരുടെ ഉള്ളിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. അതിനും ഭഗവാൻ പ്രസാദിക്കണേ. ആ പ്രസാദിക്കണമെങ്കിൽ കുറച്ചു നേരമെങ്കിലും മനസ്സ് ഭഗവാനോട് ചേർത്ത് വെച്ചിരിക്കണ്ടേ. പുറം ചിന്തകളിൽ വ്യാപരിക്കാതെ കുറച്ചു നേരമെങ്കിലും മനസ്സ്, നമ്മൾ ഇത്രയും നേരം ഇരിക്കുമ്പോഴെങ്കിലും മനസ്സ് ഭഗവാനിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ 1 മണിക്കൂർ നേരം മറ്റൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഈശ്വരനെ ഭഗവാനെ ചിന്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രസാദിക്കുന്നു. അതാണ് ആ പറയുന്നത്. ഇനി ശ്ലോകം 41. തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭോ കിം ദുർലഭം താപി അലം ലവാത്മഭി അനന്യദൃഷ്ട്യാ ഭജതാം കുശാശയഃ സ്വയം വിദത്തെ സ്വഗതിം പരാം പരാം. തസ്മിൻ പ്രസന്നെ, അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചാൽ സകല ആശിഷാം പ്രഭു, എല്ലാ ആശീർവാദങ്ങളുടെയും പ്രഭുവായിട്ടുള്ള ഭഗവാൻ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഭഗവാൻ ആരിലാണോ അങ്ങനെ പ്രസാദിക്കുന്നത്, അങ്ങനെ പ്രസാദിച്ചാൽ അവരുടെ ഹൃദയത്തിൽ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പ്രസാദിച്ചാൽ കിം ദുർലഭം താപി, അവന് പിന്നെ എന്താണ് ഈ ലോകത്ത് കിട്ടാത്തതെന്ന്, അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ, ഇവിടെയുള്ള ജീവിതത്തിൽ അവന് പിന്നെ എന്താണ് സാധ്യമല്ലാത്തത്, എന്ത് കിട്ടാനാണ് അവന് ബുദ്ധിമുട്ടുള്ളത് എന്ന്. ഇനി അലം ലവാത്മബി എന്ന് വെച്ചാല് ഈ ഭൗതികമായ അങ്ങനെ കിട്ടുന്നതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, സുഖസൗകര്യങ്ങളാണ്. അതൊന്നും വലിയ കാര്യമല്ല. ഇനി അതിൻ്റെ അപ്പുറത്ത് അനന്യദൃഷ്ട്യ, മറ്റൊരു ചിന്തകളുമില്ലാതെ ഗുഹാശയ, ഹൃദയ ഗുഹയിൽ വസിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയെ ഭജതാം, ആരാണോ ഭജിക്കുന്നത്, അതാണ് പുറമേക്ക് നോക്കാതെ ഉള്ളിൽ വസിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയെ, അതായത് ആ സാക്ഷാൽ പരമാത്മാവിനെ ആരാണോ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, സമർപ്പിക്കുന്നത്, സ്വയം വിധത്തെ, അവർക്ക് ഭഗവാൻ സ്വയം നൽകുന്നു അനുഗ്രഹം. എന്താണ്? പരമമായിട്ടുള്ള സ്വഗതിയും, ആ സദ്ഗതിയെ പരാം, അതായത് പരമമായ ആ സദ്ഗതിയെ, പരഹ എന്ന് വെച്ചാൽ പരമപുരുഷനായ ഭഗവാൻ സ്വയം അനുഗ്രഹിച്ചു നൽകുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ 2 നേട്ടങ്ങളാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് നിത്യവും ഭഗവാന്റെ ആ കഥകൾ ഇങ്ങനെ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഭക്തിയോടുകൂടി ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അത്ര നേരം മറ്റൊരു ചിന്തയും ഇല്ലാതെ ഈശ്വര ചിന്തയിൽ മാത്രം ലയിച്ചിരുന്ന് ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കും. ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവർക്ക് പിന്നെ എന്താണ് സാധ്യമല്ലാത്തത് എന്ന് വെച്ചാൽ, അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവന് ഭഗവാൻ കൊടുക്കും. ഇനി അത് ഈ ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതത്തിലാണ്. ഇനി അതൊന്നും വേണ്ട, അതിലൊന്നും വലിയ നേട്ടമില്ല എന്നാണ് അവൻ കരുതുന്നതെങ്കിൽ, അതാണ് അലം ലവാത്മബി, ഇതൊന്നും കാര്യമില്ല, ഇതിലൊന്നും പ്രത്യേകിച്ച് സന്തോഷം അവന് കിട്ടുന്നില്ലെങ്കിൽ, അനന്യദൃഷ്ട്യ, മറ്റൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ, ഉള്ളിൽ ഹൃദയ ഗുഹയിൽ വസിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നവനെ വളരെ പെട്ടെന്ന് തന്നെ ആ പരമപുരുഷനായ സാക്ഷാൽ പരമാത്മാവ് ഏറ്റവും പരമമായ സദ്ഗതിയെ സ്വയം അനുഗ്രഹിച്ചു നൽകുന്നു എന്ന്. അപ്പോൾ ജീവിതത്തിലെ സാക്ഷാത്കാരവും ആത്മീയ സാക്ഷാത്കാരവും, ഭൂമിയിലെ ജീവിതത്തിൽ അവന് വേണ്ടതെല്ലാം നൽകും ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ. ഇനി അതിനപ്പുറം അവൻ ആത്മസാക്ഷാത്കാരം, അവൻ്റെ പരമമായ സദ്ഗതി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തെയും അവന് അനുഗ്രഹിച്ചു നൽകുന്നു. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചാലുള്ള ഗുണങ്ങളാണ് ആ പറയുന്നത്. ശ്ലോകം 50, അവസാനത്തെ ശ്ലോകം. കഹനാമലോകേ പുരുഷാർത്ഥ സാരവിത് പുരാകഥനാം ഭഗവത് കഥാസുതാം ആഭീയ കർണാഞ്ജലിഭി ഭവ അബഹാം അഹോ വിരജ്യേത വിനാ നരേതരാം. അതായത് ആരാണ്, കഹനാമ, ആർക്കാണ് സാധിക്കുകയെന്ന്, ലോകേ, ഈ ലോകത്തിൽ, പുരുഷാർത്ഥ സാരവിത്ത്, പുരുഷാർത്ഥങ്ങൾ അറിയാലോ, ധർമ്മമർത്ഥ കാമ മോക്ഷം. അതിൻ്റെ സാരം എന്താ? മോക്ഷത്തിനെ പ്രാപ്തമാവുക എന്നുള്ളതാണ്, യോഗ്യത നേടുക. ധർമ്മമർത്ഥ കാമത്തിലൂടെ ജീവിച്ച് മോക്ഷത്തിന് യോഗ്യമാകുക, അതാണ് പുരുഷാർത്ഥങ്ങളുടെ സാരം. അപ്പോൾ പുരുഷാർത്ഥത്തിൻ്റെ സാരമാകുന്ന ആ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പുരാണ കഥകളാകുന്ന ഭഗവത് കഥാസുതം, ഭഗവാന്റെ കഥകളാകുന്ന ആ സുതാം, ആ അമൃതത്തെ ആബീയ, പാനം ചെയ്യുക, കർണാഞ്ജലിബി, ചെവികളിലൂടെ, ഭവ അബഹാം, അബഹാം എന്ന് വെച്ചാൽ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ആ ഭഗവത് കഥകളെ ചെവികളിലൂടെ പാനം ചെയ്ത് ശ്രവിക്കുന്നത്
അഹോ ആശ്ചര്യം തന്നെ. വിരജ്യേതാന്ന് വെച്ചാൽ മതി വരില്ല എന്ന്, അത് ആർക്കും മതി വരില്ല. വിന നരേതരാം, ഒരു മനുഷ്യനും അത് മടുത്തു പോവില്ല എന്നൊന്ന്. കാരണം എന്താ, പുരുഷാർത്ഥങ്ങളുടെ സാരമാകുന്ന മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന, അതിന് നമ്മളെ യോഗ്യരാക്കുന്ന, ഈ ലോകത്തിലെ സർവരെയും യോഗ്യരാക്കുന്നത് പുരാണ കഥകളാകുന്ന ഭഗവാന്റെ സത്കഥകളാകുന്ന അമൃതത്തെ ഭക്തിയോടെ പാനം ചെവികളിലൂടെ പാനം ചെയ്യാന്ന് വെച്ചാൽ കേട്ട്, അങ്ങനെ കേൾക്കുന്നത് ആരാണോ അവർക്ക് അത് ഒരു മനുഷ്യനും അത് മതി വരില്ല എന്നു. അങ്ങനെ മതി വരുന്ന മനുഷ്യരില്ല ഈ ലോകത്തെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ വിനാ നരേതരം, അതായത് മനുഷ്യരല്ലാതെ മൃഗങ്ങൾക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ, അവർക്ക് മനസ്സും ബുദ്ധി ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. മനുഷ്യർക്ക് അതൊരിക്കലും മതി വരില്ല എന്ന് വെച്ചാൽ, ഇനി മൃഗതുല്യമായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാണ്ട് പോവാന്ന്. മനുഷ്യർക്ക് ഒരിക്കലും അത് മതി വരില്ല. കാരണം എന്താ, അവൻ അറിയുന്നുണ്ട് അവൻ്റെ ജന്മലക്ഷ്യം ഈ ഭൗതിക സുഖം നേടലല്ല, യഥാർത്ഥ മനുഷ്യനായിട്ട് ജീവിക്കുന്ന നരൻ എന്ന് വെച്ചാൽ ആത്യന്തികമായ ആ ലക്ഷ്യത്തെ അറിയലാണ്, അവനാണ് മനുഷ്യൻ. അത് മനസ്സിലാക്കിയ യഥാർത്ഥത്തിലുള്ള മനുഷ്യർക്ക് ആർക്കും ഇത് മതി വരില്ല. കാരണം അവർക്കറിയാം, അത്ര നേരം ഭഗവാനോട് ചേർന്നിരുന്ന മനസ്സിനെ അടക്കി ശാന്തമാക്കാൻ കഴിയുമ്പോൾ അതിലൂടെ ഭഗവാൻ എന്നിൽ പ്രസാദിച്ച് ഞാൻ പുരുഷാർത്ഥങ്ങളുടെ സാരമാകുന്ന മോക്ഷത്തിലേക്ക് എന്നെ കയറ്റിവിടുന്നതാണ് ഞാൻ ഈ കേൾക്കുന്ന ഭഗവാന്റെ ശ്രവണമാകുന്ന ഈ അമൃത്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഒരിക്കലും മതി വരില്ല. അതാണ് മനുഷ്യരല്ലാത്തവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും, പക്ഷേ മനുഷ്യർക്ക് ഒരിക്കലും അത് മതി വരില്ല. കാരണം മനുഷ്യനറിയാം അവൻ്റെ ജന്മലക്ഷ്യം ഇതാണെന്ന്. അപ്പം അതിലേക്ക് എത്തിക്കാൻ അവനെ സഹായിക്കുന്നതാണ് ഈ ഭഗവത് കഥാശ്രവണം എന്ന്. അതുകൊണ്ട് ഒരു മനുഷ്യനും അത് ഒരിക്കലും മതി വരില്ല. കാരണം ഭഗവത് കഥകളെ ശ്രവിച്ച് ഭഗവാന്റെ ജീവിതം എന്താണെന്ന്, ഭഗവാൻ എന്തൊക്കെ ഭഗവാന്റെ കർമ്മരഹസ്യം എന്താണെന്ന്, ഭഗവാൻ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണെന്ന് ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അവൻ്റെ ഹൃദയം കളങ്കരഹിതമാകുമ്പോൾ അവിടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ അപ്പോൾ ശരിക്ക് ദർശിക്കാൻ സാധിക്കുന്നു, കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിലെ ഈ ലൗകിക ലോകത്തുള്ള ജീവിതത്തിലും സാക്ഷാത്കാരം ലഭിക്കുന്നു, അവന് പിന്നെ എല്ലാം നേടാൻ സാധിക്കുന്നു. അതിനപ്പുറമുള്ള സദ്ഗതിയെയും അവന് ലഭിക്കുന്നു ഭഗവാൻ പ്രസാദിച്ചു കഴിയുമ്പോൾ. അതറിഞ്ഞ ഏതൊരു മനുഷ്യനാണ് പിന്നെ ഇനി എനിക്ക് ഈ ഭാഗവത കഥകളൊന്നും കേൾക്കണ്ട, ഭഗവത് കഥകളൊന്നും കേൾക്കണ്ട, ഇത് മതിയായി എന്ന് തോന്നുന്നത്? അങ്ങനെ ഒരു മനുഷ്യനും തോന്നില്ല, മതി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 13-ാമത്തെ അധ്യായം.